ഒരു വർഷക്കാലത്തോളം ഏകദേശം 9-10 മാസത്തോളം എന്നെ പല രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആശ്രമത്തിലെ അന്തേവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റും 6,000-ഓളം ബാങ്ക് ചെക്കും ഒപ്പിട്ട് ആശ്രമത്തിന്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. വിമർശിക്കും, വിദ്രോഹിക്കും, പേരിപ്പിക്കും, ത്രെറ്റൻ. അപ്പോൾ ആൾക്കാർ പേരിച്ച് മിണ്ടാതിരുന്നിട്ട് പോവും. സ്വാമിമാര് ഏറ്റവും അടുത്തുള്ള ശിഷ്യന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നു. കണ്ടു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇതൊരു ഇത്തിരി വലിയ വീഡിയോ ആയിരിക്കും. കാര്യം ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ബാബു രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കടപ്പുറം സുധാമണി അമൃതാനന്ദമയായ കഥ അതൊരു വല്ലാത്ത കഥയാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരല്പം സംശയമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾ ഒന്നായിരുന്നു അമൃതാനന്ദമയിനെ കുറിച്ചിട്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ദൈവമാകാൻ പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യം. കാര്യം എന്ന് വെച്ചാൽ ദൈവമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വായുവിന്ന് പൈസ പറിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ ലോകത്തെ ദാരിദ്ര്യം മൊത്തം തീർത്തൂടെ? പാവപ്പെട്ട ആൾക്കാരൊക്കെ എത്രയോ ആൾക്കാർ അമ്പലത്തിന്റെ അവിടെയൊക്കെ മുന്നിൽ ഭിക്ഷ യാചിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൂടെ? അങ്ങനെയൊക്കെ ഇവർക്ക് പൈസ ഇങ്ങനെ വായുവിന്ന് എടുത്തിട്ട് കൊടുത്തുകൂടെ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ദിവ്യശക്തിയുള്ള നമ്മുടെ ഭൂമിയിൽ നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൈവമാണ് അല്ലേ, അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഒരു ദൈവമാണല്ലേ ഭൂമിയിലുള്ള. അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എടാ ഒരുമാതിരി നീ നിന്ന വർത്താനം ഒന്നും പറയരുത്, അങ്ങനൊന്നും പറയരുത്, അതൊക്കെ മോശമാണ്, വലിയ വർത്താനം ഒന്നും പറയരുത് എന്നൊക്കെ എന്റെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അന്ന് ആ പറഞ്ഞേക്കുന്ന ആൾക്കാരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അന്നത്തെ ഞാനൊരു ഇച്ചിരി വലുതായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലോട്ടുള്ള ഒരു യാത്രയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ചിലപ്പോൾ കാണാൻ പോകുന്നുണ്ടാവുക. പിന്നെ ഒരു കാര്യമുണ്ട്, അന്നത്തെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ സാഹചര്യത്തെ അപേക്ഷിച്ച് ഇന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഒരാളെന്ന് ഞാനൊരു ആൾദൈവമാണ്, ഇന്ന ആൾക്ക് ദൈവശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കയറ്റി കഴിഞ്ഞാൽ അവരെ പിടിച്ച് ഏറി കയറ്റുക, അങ്ങനെ ഒരു പരിപാടിയായിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കുക. കാര്യം എന്ന് വെച്ചാൽ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് പണ്ട് സായിബാബ ചെയ്തിരിക്കുന്ന പല മാജിക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇന്ന് പല മജീഷ്യന്മാരും അതിന്റെ ട്രിക്ക് ഇത് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ റിവീൽ ചെയ്യാറുണ്ട്. അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ പല ആളുകളും ഇത് ദിവ്യശക്തിയാണെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഇതൊക്കെ ഓരോ ട്രിക്സ് ആണ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരിലും ആൾദൈവമാണ് ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ട്രോളായി, പിന്നെ ഏറി കയറ്റി വിടലായി, അങ്ങനത്തെ സംഭവവികാസങ്ങളായിരിക്കും എന്താണെങ്കിലും നടക്കുക അല്ലെ. അങ്ങനെയുള്ളപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കാണേണ്ടുന്ന 2 സിനിമകൾ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു സിനിമകൾ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന കാവ്യമാധവൻ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയും ഒപ്പം തന്നെ മകന്റെ അച്ഛൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറില്ല. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിനകത്തൊക്കെ എവിടെയെങ്കിലും നമ്മുടെ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോവുക. പിന്നെന്ന് വെച്ചാല് ബാബ ഗുർമീത് എന്ന് പറയുന്ന ഒരു ആൾ ദൈവം ഉണ്ടായിരുന്നു. അപ്പം അയാൾ കാണിച്ചു കൂട്ടിയേക്കുന്ന കുറെ മറ്റേടത്തെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ബാബു രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ തന്നെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. വല്ലാത്തൊരു കഥയ്ക്കകത്ത് ഏഷ്യൻ ന്യൂസിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ കിടപ്പുണ്ട്. അപ്പം ഈ ഒരു ആൾദൈവമായിട്ട് നിന്നുകൊണ്ട് കാണിച്ചിരിക്കുന്ന പരിപാടികൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ആൾദൈവം എന്ന നിലയിൽ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരും ചെയ്തു കൂട്ടുന്ന പല പരിപാടികളുണ്ട്. അത് പുറത്തോട്ട് വരുന്നില്ല. അവർക്ക് ഇതുപോലെ ഗുണ്ടാ സംഘങ്ങളും അധോലോകങ്ങളും ഒക്കെ ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, ഇതിലെ പല ആളുകൾക്കും ഏറ്റവും ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളുകളുമായിട്ട് ഈവൻ പ്രധാനമന്ത്രിയായിട്ട് വരെ ഇതുപോലെ വലിയ രീതിയിൽ തന്നെ ബന്ധങ്ങൾ പുലർത്തിയിരുന്ന പല ആളുകളും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇനി ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാരായണൻ KP എന്ന് പറയുന്ന ഒരു വ്യക്തി അമൃതാനന്ദമായി ഇവരുമായിട്ടൊക്കെ വിട്ടുമാറിയിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് ഒരു 14 വർഷങ്ങൾക്ക് മുന്നേ പോവാം. കാര്യം 14 വർഷങ്ങൾക്ക് മുന്നേ ഗെയിൽ എന്ന് പറയുന്ന ഒരു വിദേശ വനിത വന്നിട്ട് ഇതേ അമൃതാനന്ദമായി റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഭീകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന ഭീകര സംഭവങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, അന്ന് അവര് അത് പറഞ്ഞപ്പോഴത്തേക്കിന് അമൃതാനന്ദമയ്ക്ക് നൊബേൽ പ്രൈസ് കിട്ടാൻ പോവാണ്. അത് തടയാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ, ഇതിന്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്, അങ്ങനെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 14 വർഷങ്ങൾക്ക് മുന്നേ. എന്നാൽ 14 വർഷങ്ങൾക്ക് ഇപ്പുറം ഇവിടെ തന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ അന്തേവാസിയായിരുന്ന നാരായണൻ KP എന്ന് പറയുന്ന വ്യക്തി ഇന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ 28 വർഷം മാതാ അമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസിയായിരുന്നു. 2025 ഏപ്രിൽ 1 എൻ്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ആശ്രമം വിട്ട് പുറത്തു വരേണ്ടി വന്നു. 2024 മെയ് 30 രാത്രി 12:15 മുതൽ 12:37 വരെ ഞാനും അമ്മയും തമ്മിൽ ഫോണിലൂടെ ചില വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യം ഞാനിവിടെ വിശദീകരിക്കാം. അതായത്
ആശ്രമത്തിലെ ബ്രഹ്മചാരിണികളുടെ മാതാപിതാക്കൾ മരിച്ചിട്ട് അവരുടെ അന്ത്യകർമ്മത്തിന് പോകുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത്. അത് കാരണമാണ് അമ്മ രാത്രി എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങനെ ബ്രഹ്മചാരികൾക്ക് ആശ്രമത്തിൽ നിന്നും പൈസ കൊടുക്കാൻ നിയമമില്ല, ഞാൻ ആരെയും നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല, ഇവിടുന്ന് പോവേണ്ടവർക്ക് പോവാം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് കുറേ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഒരു വർഷക്കാലത്തോളം, ഏകദേശം 9-10 മാസത്തോളം എന്നെ പല രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആശ്രമത്തിലെ അന്തേവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 2025 മാർച്ച് 29 അമ്മ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2025 ഏപ്രിൽ 1 ആശ്രമം വിട്ട് പുറത്തു വന്നത്. ഞാൻ ആശ്രമം വിട്ട് പുറത്തു വന്നതിൻ്റെ അടുത്ത ദിവസം എൻ്റെ പേരിലുണ്ടായിരുന്ന കാലാവധി തികയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുമായി ഒത്ത് ആശ്രമം എടുത്തു. എൻ്റെ പേരിൽ മാത്രമല്ല, അങ്ങനെ ആശ്രമത്തിലെ 600 അന്തേവാസികളുടെ പേരിൽ 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റും 6,000-ഓളം ബാങ്ക് ചെക്കും ഒപ്പിട്ട് ആശ്രമത്തിന്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അന്തേവാസികളുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ, ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ ഒരു തെറ്റ് ചെയ്യാം, അവർ അഴിമതി നടത്തിയെന്ന് വരും, ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് വരാം, ഒരു ഉദ്യോഗസ്ഥനും നടത്തിയെന്ന് വരാം. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് പറയുന്നവർ, ധർമ്മം സ്ഥാപിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നവർ ഗവൺമെന്റിനെ വഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത് പൊതുജനം ചർച്ചയാകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ 1 കോടിയുടെ മറ്റോ സേവനം ചെയ്യുമ്പോൾ 100 കോടിയാണ് ഗവൺമെന്റിനെ വഞ്ചിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഡോക്ടർ അംബേദ്കറാണ്. അയാൾ സാധാരണ ഒരു വ്യക്തിയാണ്. പക്ഷേ എത്രമാത്രം എല്ലാ പൗരനും തുല്യ നീതി ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ് എഴുതിയത്. എന്നാൽ ആ ഭരണഘടനയെ വഞ്ചിക്കാൻ ഒരു മഹാത്മാവ് തയ്യാറായാൽ ആരാണ് ഈ ലോകത്തിന് ഒരു മാതൃക? ആരോടാണ് ജനങ്ങൾ പറയുക? പണം ആധിപത്യം ജനാധിപത്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിന്റെ അധികാരം രാഷ്ട്രീയ അധികാരത്തെയും കാൽച്ചുവട്ടിൽ വരുത്തുന്നു. ഞാൻ എൻ്റെ ഈ പണം ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു, SP-ക്ക് കൊടുത്തിരുന്നു, മനുഷ്യാവകാശ കമ്മീഷനും കൊടുത്തിരുന്നു. എൻ്റെ മൊഴി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയുമിരുന്നു. പക്ഷേ FIR ഒന്നും ഇട്ടിട്ടില്ല. കാരണം സമ്പന്നർക്കെതിരെ എന്തെങ്കിലും പരാതി കൊടുത്താൽ ഇന്നത്തെ കാലത്ത് സാധാരണക്കാരന് നീതി കിട്ടുമോ? അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയാകേണ്ട കാര്യമാണ്. ഇതിൻ്റെ ഉള്ളറകൾ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അതെല്ലാം ലോകം ചർച്ച ചെയ്യേണ്ടി വരും. സത്യം എന്നായാലും പുറത്തു വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യമേവ ജയതേ എന്നാണ് ഋഷി പറഞ്ഞിട്ടുള്ളത്. സത്യം ജയിച്ചേ പറ്റുള്ളൂ, സത്യമേ ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം ലോകത്തോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഈ പണത്തിന് മീതെ പരുന്നും പറക്കൂല എന്ന് പറയുന്നത് പോലെ തന്നെ ആൾ ദൈവത്തിന് മേലെയും എത്തരത്തിൽ പറക്കൂല അല്ലേ? അപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, എന്നാലും ഈ ദൈവത്തിന് എന്തിനാണ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ്? കാര്യം ദൈവമല്ലേ? ഇതുപോലെ ഞാൻ അന്ന് കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിരുന്ന അതേ സംശയങ്ങൾ, അതേ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളത്. കാര്യം വായുന്ന് ഇതുപോലെ പറിച്ചെടുത്തോടെ പൈസ, എന്തേ അത് പറ്റണില്ല? ദിവ്യശക്തിയൊക്കെ ഉള്ളപ്പോ അങ്ങനെയൊക്കെ അല്ലേ ചെയ്യണമെന്ന്. അപ്പൊ പുള്ളി ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കേസൊക്കെ കൊടുത്തിട്ട് FIR പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല. അപ്പോ എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്സ്റ്റൈൻ ഫയൽസ് പോലെ കേരളത്തിൽ ഇനി മറ്റൊരു ഫയൽസ് തുറക്കപ്പെടേണ്ടി വരുമോ? കുറച്ച് നേരത്തെ ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് കണ്ടു. അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്. അയാൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പ്രസിലായിരുന്നു സേവനം ചെയ്തത്, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പണമിട്ടത് എന്നാണ്. ഇദ്ദേഹത്തിന് ആരോ എഴുതി കൊടുത്തിട്ടാണ് അദ്ദേഹം ആ വാർത്ത ചെയ്തിരിക്കുന്നത്. ഞാൻ പ്രസിൽ ഒരു ഉത്തരവാദിത്വം വഹിച്ചിട്ടില്ല. പ്രസിലാണ് ഞാൻ 24 വർഷം സേവനം ചെയ്തത്. പക്ഷേ പണം കൈകാര്യം ചെയ്യുന്ന കാര്യമോ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളെ 600 ബ്രഹ്മചാരിണികളുടെ പേരിലും ആശ്രമം ഡിപ്പോസിറ്റ് ചെയ്തത് ഞങ്ങൾ ഓരോ സ്ഥലത്തും ജോലിക്കാരായി നിശ്ചയിച്ചിട്ടാണ്. ഞാൻ പ്രസിലാണ് സേവനം ചെയ്തതെങ്കിലും 2019 എന്നെ ആശ്രമത്തിലെ വേണ്ടപ്പെട്ടവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എറണാകുളത്തുള്ള ഫാർമസിയിലെ സൂപ്പർവൈസറാണ്, നിങ്ങൾക്ക് ശമ്പളം 60,000 നിങ്ങളുടെ കീഴിൽ 6 പേരുണ്ട്, അവരുടെ പേരും ഒരു കടലാസിൽ എഴുതി തന്നിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എന്തെങ്കിലും അന്വേഷണം വന്നാൽ ഇങ്ങനെ പറയണമെന്ന് എന്നോട് ആശ്രമത്തിൻ്റെ പറഞ്ഞിരുന്നു. ഇത് എന്നോട് മാത്രമല്ല, ഞങ്ങളെ 4 പേരെ വിളിച്ചിട്ടാണ് ആശ്രമത്തിലെ അധികൃതർ ഓരോരാളോടും പറഞ്ഞത്. ഓരോരാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥാപനത്തിലാണ്, ഇന്ന് ഇത്ര ശമ്പളമാണ് എന്ന് പറയണം, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇത് 2019 പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ പേരിലൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. യാഥാർത്ഥ്യം അറിയാതെ ആരെങ്കിലും തരുന്ന പോസ്റ്റുകൾ ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം.
കാരണം സത്യമാണ് ജയിക്കാൻ പോകുന്നത്, അധർമ്മം ഒരിക്കലും ജയിക്കില്ല. സത്യം സത്യം തന്നെ പറയാം. ധൈര്യമുള്ളവർ, അവിടുത്തെ അധികാരപ്പെട്ടവർ വന്ന് പറയട്ടെ, അപ്പോൾ ഞാൻ മറുപടി വ്യക്തമായിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോരാളെയും ഓരോ തലത്ത് ജോലിക്ക് കാണിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നതായി ഞങ്ങളിടുന്ന് ബ്ലാങ്ക് ചെക്ക് ഒപ്പ് വാങ്ങിച്ച് ആശ്രമം തന്നെ ആ പണം എടുക്കാറാണ്. അങ്ങനെയാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തത്. ഇത് ഗവൺമെന്റിനെ വഞ്ചിക്കാൻ, ടാക്സ് വഞ്ചിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. അതിന് മറച്ചു പിടിക്കാൻ വേണ്ടി എന്റെ പേരിൽ മാത്രമാണ് ഇട്ടത്, ചില ഉത്തരവാദിത്തമുള്ളവരുടെ പേരിൽ ഇങ്ങനെ ഇടാറുണ്ടെന്നൊന്നും കാണിക്കണ്ട. ഗവൺമെന്റ് ഒരു അന്വേഷണം വന്നാൽ അറിയാൻ പറ്റും. 600 പേരുടെ പേരിലും ഇട്ടിട്ടുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഒരേ നമ്പറാണ്. എല്ലാ അക്കൗണ്ടിലും ഒരു നമ്പർ കൊടുത്താൽ ബിനാമി അല്ലാതെ പിന്നെന്താണ്? സർക്കാർ ഉടനടി ഇതെല്ലാം അന്വേഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പോച്ച കള്ളത്തരം ജയിക്കില്ലെന്ന്. സത്യമേ ജയിക്കൂ. സത്യം തുറന്നു പറയൂ. ഈ കള്ളത്തരം ചെയ്തിട്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, അധർമ്മം ചെയ്തിട്ട് ധർമ്മമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് കത്തുന്ന തീയെ തുണി കൊണ്ട് മറക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ഇതെല്ലാം ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോരുത്തരുടെ പേരിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് അവരെല്ലാം ജോലിക്കാരായി കാണിച്ചിട്ടാണ്. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്രോതസ് കാണിക്കണം. കാണിച്ചിരിക്കുന്ന ജോലിക്കാർ എല്ലാവരും ജോലിക്കാരായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കൂടുതൽ വരുമ്പോൾ അതിന്റെ വീഡിയോ ചെയ്യാം. എന്തൊക്കെ പറഞ്ഞാലും കിട്ടില്ല ബിസിനസ് ആണ്, നല്ല രീതിയിൽ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതുപോലെ ആൾദൈവം എന്നൊക്കെ പറഞ്ഞൊരു ക്യാഷാവേശമൊക്കെ ധരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഈ പരിപാടികളൊക്കെ തന്നെ. പിന്നെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യമില്ലേ, അതായത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്സിൽ വർക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു സംഭവം മറ്റൊരാൾ പോസ്റ്റ് ഇട്ടു എന്നുള്ള സാധനം, ഈ സെയിം പാറ്റേൺ ഒരു 14 വർഷങ്ങൾക്ക് മുന്നേ ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 14 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ 24 വയസ്സായി. 10 വയസ്സുള്ളപ്പോഴാണ് ആ സമയത്ത് ഈ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ പറ്റി എനിക്ക് വലിയ ബോധം വിവരമൊന്നുമില്ല. അപ്പം ഞാൻ ഇത് പുള്ളി ഇത് സംസാരിച്ചതുമായിട്ട് കുറച്ച് ബാക്കിലോട്ട് പോയി കുറച്ച് സാധനങ്ങളോട് റെഫർ ചെയ്തപ്പം ഈ ഗെയിൽ എന്ന് പറയുന്ന ഒരു വിദേശ വനിത വന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. അന്ന് ആ ഒരു ലേഡി വന്ന് പറഞ്ഞപ്പോഴും നേരെ പറഞ്ഞേക്കുന്ന സാധനം ഇത് നൊബേൽ പ്രൈസ് തടയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അജണ്ടയാണെന്നുള്ള സാധനങ്ങളൊക്കെ വരികയും അങ്ങനെ കുറേ സംഭവം വന്നിരുന്നു. എന്നിട്ട് അന്ന് ഗെയിൽ ഒരു പുസ്തകമൊക്കെ ഇറക്കിയപ്പോഴത്തേക്കിന് അതിനകത്ത് ഈ ഗെയിലിനെതിരെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ലേഡി അടുത്തൊരു നല്ലൊരു വ്യക്തിയാണെന്ന് ഈ ഗെയിൽ തന്നെ പറയുന്നുണ്ട്. ആ വ്യക്തി പോലെ നേരെ തിരിഞ്ഞ് നിന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി പറയുന്ന നാളെ ഒരിക്കൽ പുള്ളിക്ക് ഇനി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പൈസയൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നമുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആരുടെയെങ്കിലും പോസ്റ്റുകളായിട്ടോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നാളുകളിൽ വന്നേക്കാം. ഓക്കെ, ഇത് സെയിം പാറ്റേൺ ആണ്. 14 വർഷം മുന്നേ ഉള്ള ആ സെയിം പാറ്റേൺ തന്നെ നിങ്ങൾ ആ ഗെയിൽ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ ഇങ്ങോട്ടൊന്ന് കേൾപ്പിക്കാം. 3, ഗെയില് അമ്മയെ വധിക്കാൻ വേണ്ടി, അപായപ്പെടുത്താൻ വേണ്ടി പലവട്ടം ശ്രമിച്ചു. അത് ഇപ്പോൾ അമ്മയോടൊപ്പം ഉള്ള ഗെയിൽ ഈ പുസ്തകത്തിൽ റെഫർ ചെയ്യുന്ന ലക്ഷ്മി എന്നുള്ള സന്യാസിനി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്ന് വിഷക്കൂൺ കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു, വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു, മരുന്നിൻ്റെ ഡോസ് കൂട്ടി ശ്രമിച്ചു. അതായത് മാതാ അമൃതാനന്ദമയെ പോലെ ലോകത്ത് എല്ലായിടത്തും ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു വ്യക്തിയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരിക്കാൻ സാധിക്കാൻ ഒക്കത്തുള്ളൂ. കാരണം ആ സമയത്തിൽ എൻ്റെ ജീവിതം, എൻ്റെ ഹൃദയം അമ്മയെ സമർപ്പിച്ച് പൂർണ്ണമായിട്ട് ഞാൻ സ്നേഹിച്ച് ഞാൻ സേവിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി എന്ത് കാരണം ഞാൻ കൊള്ളാൻ ശ്രമിക്കും. ലക്ഷ്മിയെക്കുറിച്ച് ഗെയിലിൻ്റെ പുസ്തകത്തിൽ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഗെയിലിന് നേരിടേണ്ടി വന്ന അതേ അനുഭവങ്ങൾ തന്നെയാണ് ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നതെന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ലക്ഷ്മി ഗെയിലിനെതിരെ രംഗത്ത് വന്നത്? ലക്ഷ്മി എന്തുകൊണ്ട് എഴുതി അങ്ങനെ? ആദ്യമായിട്ട് ലക്ഷ്മി തന്നെ എഴുതി എനിക്ക് വിശ്വാസമില്ല. ലക്ഷ്മി എഴുതില്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ലക്ഷ്മി നല്ലൊരു വ്യക്തിയാണ്, ലക്ഷ്മി ഒരു പാവം ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ എഴുതിയ കാര്യങ്ങൾ കേട്ടല്ലോ. അന്ന് ഗെയിൽ ഇത് വന്ന് പറഞ്ഞപ്പോഴത്തേക്കിനെ ലക്ഷ്മി നല്ലൊരു വ്യക്തിയാണെന്ന് ഗെയിലിനെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളപ്പം അത് ലക്ഷ്മിയാണ് എഴുതിയെന്നുള്ളത് പുള്ളിക്കാരിക്ക് തോന്നുന്നില്ല എന്നുള്ളതിലൊക്കെ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ ഇവിടെ ഇദ്ദേഹം വന്ന് ഈ സംസാരിക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറ്റൊരു രീതിയിലുള്ള ഒരു നറേഷൻ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇതാണ് പറയുന്നത്, വേണമെങ്കിൽ നാളുകളിൽ ഇദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അവിടെ തല്ലും വഴക്കുണ്ടാക്കി പൈസയൊക്കെ അടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നേക്കാം. പിന്നെ എല്ലാവരും ആലോചിക്കണം, ദൈവമാണ്. എന്നാണെങ്കിലും അന്ന് ഗെയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ഭീകര സംഭവങ്ങളുണ്ട്. അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ബാലു സ്വാമി അമൃത സ്വരൂപനന്ദ. ഈ റേപ്പ് ചെയ്ത സമയത്തൊന്നും ആരോടും പരാതിപ്പെട്ടില്ലേ? പറഞ്ഞില്ല. ഇപ്പോൾ പോലും, അതായത് റേപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹത്തിൽ, എവിടെയും ലോകത്തെവിടെയും വലിയൊരു ഹീനിയസ് ക്രൈമാണ്. ഒരുപക്ഷെ ഇത്രയും ശക്തമായ ആരോപണങ്ങൾ ഞാൻ വിട്ടുപോകുന്ന മുമ്പ് വേറെ ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട്.
അവർ എന്തെങ്കിലും വാ തുറന്ന് എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിമർശിക്കും, വിദ്രോഹിക്കും, പേരിപ്പിക്കും, threaten them. അപ്പോൾ ആൾക്കാർ പേരിച്ച് മിണ്ടാതിരുന്നിട്ട് പോവും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയുടെ വളരെ വേണ്ടപ്പെട്ട ബോയ്സ്, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോയ്സ്, അതായത് സ്വാമിമാര് ഏറ്റവും അടുത്തുള്ള ശിഷ്യന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നു. കണ്ടു. എന്നിട്ടും അമ്മയെ ഗുരുവായിട്ട് കണ്ട് മുമ്പോട്ട് പോകണമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചു? Why did you decide? Were you afraid to come out? I was afraid to come out. അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചു still I say, we call brainwashed. You mean to say you were completely brainwashed? അത് കണ്ടപ്പോൾ I still വിചാരിച്ചു എന്തെങ്കിലും ഈ സ്വാമിമാരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, to control these men, വേറെ സ്ത്രീയുടെ പുറകെ നടക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ ഒരു സേവനം ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു, അങ്ങനെ റാഷണലൈസ്, ഇതാ ഞാൻ പറഞ്ഞു, അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും അമ്മ തീർച്ചയായിട്ടും ഒരു ഉദ്ദേശം ഉണ്ടാവായിരിക്കും. അമ്മ ഇങ്ങനെ മനസ്സിലായി, അമ്മ സെക്ഷുവൽ ഡിസയേഴ്സ് ഒന്ന് സഹായിച്ചു കൊടുത്തില്ലെങ്കിൽ വേറെ സ്ത്രീകളുടെ പുറകെ പോകും. അപ്പോൾ ആശ്രമ ദൂഷിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ഒരു കീപ് ഇറ്റ് ഇൻ ദ ഫാമിലി എന്ന് ഞാൻ ബുക്ക് എഴുതി. മനസ്സിലായി, കീപ് ഇറ്റ് ഇൻ ദ ഫാമിലി. ഐ ക്യാൻ സീ നൗ I was a victim, manipulation of my own desire to stay. I was a victim of the situation and of my own psyche, my own mind. അമ്മയുടെ കൂടെ തുടർന്ന് പോകണം എന്നുള്ള ഒരു ആഗ്രഹം കാരണം അത് സഹിച്ചു. Yes. അല്ലേ? Yes. You had to bear with that. Yep. Circumstances കൊണ്ടുവന്നു. തീർച്ചയായിട്ടും circumstance ആണ് എനിക്ക് തോന്നുന്നത്. Did anybody calculate that? ഒരിക്കലും no, എനിക്ക് തോന്നുന്നില്ല. Just ജനങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ കൂടെ പണം വരാൻ തുടങ്ങും. പിന്നെ just it grew and I think ആദ്യം ശരിക്കും നല്ല ഉദ്ദേശം മനോഭാവം ഉണ്ടായിരുന്ന എനിക്ക് ആദ്യത്തെ കാലത്ത്. ഇത് 14 വർഷം മുന്നേ ഗെയില് പറഞ്ഞേക്കുന്ന കാര്യങ്ങളായിരുന്നു. അന്ന് കുറെ ഭീഷണി, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇന്റർവ്യൂല് ഫുള്ളായിട്ട് പറയുന്നുണ്ട്. ഇതിന് ശേഷം ഇനി ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. 25 വർഷം അമ്മയ്ക്ക് ഹാർമോണിയം വായിച്ച ഒരു ബ്രഹ്മചാരി കഴിഞ്ഞ വർഷം ആശ്രമം വിട്ടുപോയി. അയാൾ ആശ്രമം വിട്ടു പോയപ്പോൾ പണം അപഹരിച്ചാണ് പോയതെന്ന് പറഞ്ഞ് അയാളുടെ പേരിൽ കള്ളക്കേസിട്ട് FIR ഇട്ടു. അതുപോലെ തന്നെ 30 വർഷം ആശ്രമത്തിൽ നിന്നിട്ടുള്ള ഒരു സന്യാസിനി, അവർ കഴിഞ്ഞ വർഷം ആശ്രമം വിട്ടുപോയി. അവർ 10 വർഷം സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. അവർ പണം അപഹരിച്ചു എന്ന് പറഞ്ഞ് 90 ദിവസം അവരെ ജയിലിൽ കിടത്തി. ഇങ്ങനെ അധികാരവും പദവിയും ഉപയോഗിച്ച് തൻ്റെ ശിഷ്യന്മാരെ ജയിലിൽ കിടത്തിയിട്ടുള്ള ഒരു മഹാത്മാവിനെയും നമ്മുടെ ഭാരത ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല. 30 വർഷം തൻ്റെ ശിക്ഷണത്തിൽ നിർത്തിയിട്ടും അവർക്ക് പണം അപഹരിക്കാനാണ് തോന്നിയിട്ടുള്ളെങ്കിൽ തൻ്റെ ശിക്ഷണം അവർക്ക് ഉപകാരപ്പെട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്വന്തം ശിഷ്യന്മാരെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ ലോകത്തിന് സമാധാനം പകരാൻ കഴിയും? ഇവരൊക്കെ എല്ലാം സമർപ്പിച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്നതാണ്. ഇനി അഥവാ എന്തെങ്കിലും അപാകത അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറക്കാനും പൊറുക്കാനും അല്ലേ കഴിയേണ്ടത്? ക്ഷമയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്നും ക്ഷമയില്ലാത്തവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രനെന്നും അമ്മയുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പെർഫ്യൂം ഫാക്ടറിയിൽ പോയാൽ അതിൻ്റെ സ്മെല്ലായിരിക്കും ഒരാൾക്കുണ്ടാവുക. കൽക്കരി ഫാക്ടറിയിൽ പോയാൽ അയാളുടെ ദേഹമാകെ കരിപുരടും. അമ്മയ്ക്ക് 25 വർഷം ഹാർമോണിയം വായിച്ച ഒരാൾക്ക് പണം അപഹരിക്കാനുള്ള മനസ്സാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് സംസർഗം കൊണ്ട് വന്നതല്ലേ, മറ്റെന്താണ് ഇതിന് പറയാൻ കഴിയുക? ഇങ്ങനെ ഓരോ കാര്യവും എടുത്തു നോക്കിയാൽ പുറത്തുനിന്ന് വിമർശിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയുകയില്ല. 10-30 വർഷം അവിടെ നിന്നിട്ട് പോകേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ അറിയുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എവിടെയോ താളം പിഴക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. അത് കണ്ടെത്താനും തിരുത്താനും തയ്യാറാകാതെ അവിടുന്ന് പോകുന്നവരെ കല്ലെറിയോ എന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യത്വമില്ലായ്മയായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഇത് അന്ന് ഗെയില് അവിടുന്ന് വിട്ടുമാറി പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ, ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചേക്കുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ പോലും ഈ സെയിം കാര്യം തന്നെയായിരുന്നു ഗെയിലിനെ കേൾക്കേണ്ടത്. 2 പതിറ്റാണ്ടോളം, ഏകദേശം 20 വർഷത്തോളം അവിടെ ഒപ്പം നിന്നേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവിടെ കണ്ടതും
അറിഞ്ഞതുമായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഗെയിൽ അന്ന് സംസാരിച്ചപ്പോൾ ഇതേപോലെ എതിർപ്പുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ഈ വിട്ടുമാറുന്ന ടൈമിലും ഇതേ എതിർപ്പുകളും തൊട്ടപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഇത്തരത്തിൽ അന്ന് ഗെയിലിന്റെ അടുത്ത് കാണിച്ചതുപോലെ തന്നെയുള്ള ഇപ്പം ലക്ഷ്മി നേരെ തിരിഞ്ഞിട്ട് അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു രീതിയിൽ വന്നു എന്നുള്ള സംഭവം കേട്ടല്ലോ. അതുപോലെ ഇദ്ദേഹത്തിനെതിരെ നാളുകളിൽ വന്നേക്കാം. ഒരു സാധാരണ മനുഷ്യൻ പോലും അങ്ങനെ ചെയ്യില്ല. ഏറ്റവും വലിയ ഗുണമായിട്ട് ആധ്യാത്മശാസ്ത്രത്തിൽ പറയുന്നത് തിരീക്ഷയാണ്. ക്ഷമിക്കാനും സഹിക്കാനും കഴിയണം. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാവില്ല. എന്ത് പരാതി പറഞ്ഞാലും വാശിയോടുകൂടി അവരെ തള്ളിമാറ്റും. എന്നോട് പറയാൻ ആരാണ് എന്നൊരു ഭാവം. ഇത് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ 25-30 വർഷം നിന്ന് പലരും പോകേണ്ടി വന്നത്. ഇപ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 4-5 പേര് 25-30 വർഷം നിന്നവർ ആശ്രമത്തിൽ നിന്ന് പോകേണ്ടി വന്നു. നമ്മൾ കാരുണ്യത്തെക്കുറിച്ച് പറയുകയും എന്നിട്ട് നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരെ കല്ലെടുത്തെറിയുകയും ആണെങ്കിൽ അതിനെങ്ങനെ സഹിച്ചു നിൽക്കും? ഇപ്പം ഇടക്കാലത്ത് നമ്മൾ പത്രത്തിലൊക്കെ ഒരു വാർത്ത കണ്ടതാണ്. സ്വന്തം ഭർത്താവിനെതിരെ ഭാര്യ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു. സഹി കെടുമ്പോഴാണ് മനുഷ്യരെല്ലാവരും പറയുന്നത്. ഒരു മനുഷ്യന് ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട്. പരിധി കഴിഞ്ഞാൽ എവിടെയും വീട്ടിലായാലും നാട്ടിലായാലും എല്ലാ സ്ഥലത്തും പൊട്ടിത്തെറിയുണ്ടാവും. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ കുറച്ച് വർഷം മുമ്പ് എല്ലാ ഹോസ്പിറ്റലുകളിലും നഴ്സിംഗ് സമരമുണ്ടായിരുന്നു. അപ്പോൾ 2 നഴ്സിംഗ് സമരക്കാരുടെ കാലടിച്ച് പൊട്ടിച്ച സംഭവം ഒരു കാരുണ്യ പ്രസ്ഥാനത്തിൽ മാത്രമാണ്. മറ്റൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ശമ്പളത്തിന് വേണ്ടിയാണ് എല്ലാവരും സമരം ചെയ്യുന്നത്. പക്ഷേ കാലടിച്ച് പൊട്ടിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വന്ന കാര്യമാണ്. അവരെ പണം കൊടുത്ത് കേസിൽ നിന്ന് രക്ഷിച്ച് അതിലൊരാളിപ്പോഴും അവിടെ പുറത്തുവിടാതെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. ഈ പറഞ്ഞേക്കുന്ന പ്രസ്തുത സംഭവത്തിന്റെ അന്നത്തെ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ന്യൂസിന്റെ ചെറിയൊരു ബൈറ്റൂടെ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇവിടെ യൂണിറ്റ് ഇട്ടതിന്റെ പേരിൽ 2 കുട്ടികളെ അകാരണമായി ഇന്നലെ പുറത്താക്കുകയും ആ പുറത്താക്കിയ കുട്ടികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UNA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇന്നലെ അമൃത ആശുപത്രി അധികൃതരുമായി സംസാരിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ കുട്ടികളെ തിരിച്ചെടുക്കാമെന്നും നാളെ ഫർദറായി ചർച്ച നടത്താമെന്നും പറയുകയും ഇന്ന് 12:30 മണിക്ക് ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അപ്പോയിന്റ്മെന്റ് തരികയും സംസ്ഥാന കമ്മിറ്റിയിലെ 4 പേരും ഈ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് 12:30 മണിക്ക് ഇവിടുത്തെ HR മാനേജർ വിളിച്ചത് പ്രകാരം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ചർച്ചയ്ക്കായി എത്തിയത്. ചർച്ച വളരെ സൗഹൃദപരമായിരിക്കുമെന്ന് ഞങ്ങൾ അറിയിച്ച അവർ ഞങ്ങൾ ഇവിടെ വരികയും ഇവിടുത്തെ ഒരു HR അസിസ്റ്റന്റ് സുധാംഷ് ഞങ്ങളെ HR റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോകുന്ന കോറിഡോറിൽ വെച്ച് കുറച്ച് ഗുണ്ടകൾ ചേർന്ന് മാനേജ്മെന്റ് മനഃപൂർവ്വം നിർത്തിയ ഗുണ്ടകൾ ഒരു കാരണവും പറയാതെ ഞങ്ങളെ തല്ലി. ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള ഒരു ആളാണല്ലോ. ഇപ്പം മനുഷ്യന്മാരെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ദിവ്യശക്തി ഉപയോഗിച്ച് ശിക്ഷിച്ചാൽ മതിയല്ലോ. എന്നാൽ ഇവിടെ ചെയ്തേക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്തേക്കുന്ന ഗുണ്ടകളായിട്ടുള്ള ചില ആൾക്കാരെ വിട്ടിട്ടാണ് ഇത്തരത്തിൽ ശിക്ഷിക്കാനെ കൊണ്ട് നിയമിച്ചേക്കുന്നത്. അതായത് ആ ദൈവത്തിന് സംരക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടിയിട്ട് മനുഷ്യരിൽ നിന്ന് തന്നെ ചില ആളുകളെ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തൊരു പരിപാടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറെ പണമിടപാടുകളും ഇത് മാങ്ങ തേങ്ങ ചക്ക ഓൾദി പരിപാടികൾ ഇതിനകത്ത് നടക്കുന്നത് ഗെയിലിന്റെ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാനതാണ് പറഞ്ഞത്. മറ്റേ എപ്സ്റ്റീൻ ഫയൽസ് പോലെയൊക്കെ തന്നെ ഇനി മറ്റൊരു ഫയൽസ് എന്നുള്ള നിലയിൽ ഇനി കുറെ സാധനങ്ങൾ ഇനി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണോ ഇത്? ഞാൻ ഇതിനെ വിളിക്കാൻ ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് പ്യുവർ ബിസിനസ് എന്ന് തന്നെയാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആളുകളെ കൂട്ടി വിളിച്ചിട്ട് ഏത് ദൈവമാണ് ഇങ്ങനെ ആൾക്കാരെ ബാബാ എന്റെ സന്നിധിയിലേക്ക് വരും എന്നൊക്കെ ഈ ഒരു രീതിയിൽ പറഞ്ഞത്. ഞാൻ വേറൊരു കാര്യം പറയാം. ശ്രീനാരായണ ഗുരു അദ്ദേഹം പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, എന്നെ ആരും ആരാധിക്കരുത്, ദൈവത്തെ പോലെ അങ്ങനെ കാര്യങ്ങളൊന്നും പ്രാർത്ഥന അങ്ങനെയൊന്നും ഉണ്ടാവരുത്, അങ്ങനെ ദൈവമായിട്ട് കാണരുത് എന്നുള്ള സാധനങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ ഒരു ദൈവമായിട്ട് ആരാധിക്കുന്ന ഗുരുമന്ദിരങ്ങളൊക്കെ ആയിട്ട് ആരാധിക്കുക, അവിടെ പ്രാർത്ഥനകളൊക്കെ നടത്തുകയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് അദ്ദേഹം അന്ന് പറഞ്ഞതിൽ നിന്നും വിപരീതമായിട്ടുള്ള പ്രവർത്തികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു മഹാത്മാവൊക്കെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാനൊരു മഹാത്മാവ് തന്നെ വിളിക്കാനെ കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പം ഇങ്ങനൊരു ആ ദൈവം വന്നിട്ട് ഇങ്ങനൊരു വലിയൊരു ബിസിനസ് പോലെ ഇപ്പം നടക്കാമെന്നൊരു കാര്യമാണ്. നാളുകളിൽ ഈ ഒരു ആൾ ദൈവം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ആളുടെ പേരിൽ ഇനി നാളെ അമ്പലങ്ങൾ, അതിൻ്റെ പേരിൽ ഇനി അടുത്തൊരു ബിസിനസ്സുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ റണ്ണായിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇതിനൊക്കെ ഒരു ഉത്തരവാദിത്തം പറയുന്നൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു ആൾ ദൈവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആൾ ദൈവത്തിന്റെ ശിങ്കിടികളായിട്ട് കുറച്ച് ഗുണ്ടകൾ കൂടി ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് നേരത്തെ പറഞ്ഞ പോലെ എപ്സ്റ്റീൻ ഫയൽസ് പോലെ മറ്റേതെങ്കിലും ഫയൽസ് തുറക്കേണ്ട ഒരു സാഹചര്യം ഈ നാളുകളിൽ ഉണ്ടാവും. ഇയാൾ കള്ളസ്വാമിയാണ്, ഇയാൾ അവിടുന്ന് പൈസ കട്ടിട്ട് പോയതാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് പൈസ കിട്ടാത്തത് കൊണ്ട് പോയതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ കമന്റ് ഇടും. അത് തെറ്റൊന്നുമില്ല, ആളുകൾ എല്ലാം പ്രതികരിക്കും. പക്ഷേ യാഥാർത്ഥ്യം, ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് യാഥാർത്ഥ്യം അവിടെ എന്ത് നടക്കുന്നു എന്നറിയില്ലു. അവിടെ 90% ആളും അസ്വസ്ഥരാണ്. എനിക്കറിയാമല്ലോ, എന്നെ പോലെ തന്നെ അസ്വസ്ഥരായിട്ട് എത്രയോ പേരുണ്ട്. അവർ പറയുന്നത് പുറത്തു പോയാൽ ജീവിക്കാൻ കഴിയില്ല, പോയാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും, ആരും തിരിഞ്ഞു നോക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആളുകൾ പുറത്തു പോകാതിരിക്കുന്നത്. ഇത്തരം ഒരു കലുഷമായ അന്തരീക്ഷം എങ്ങനെ
സംജാതമായി. അത് മറ്റൊന്നുമല്ല, അധാർമികമായി പണമുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി. ആ സത്യവും ധർമ്മവും മൂല്യവും ബലികഴിച്ചു. ആദ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ല. ആ സുനാമിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഇത് അധപ്പതനം വന്നിട്ടുള്ളത്. ഗെയില് പറഞ്ഞ ആ കാര്യങ്ങളോട് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? അതായത് ആദ്യ സമയങ്ങളിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ ഇദ്ദേഹം പറയുന്ന സാധനം സെയിം നറേറ്റീവ് തന്നെയാണ്. ആദ്യ സമയങ്ങളിൽ ഇങ്ങനെ ആയിരുന്നില്ല. വർഷങ്ങളോളം ഈ ഒരു വ്യക്തിയോടൊപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന ആൾ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ പറയുന്ന കാര്യമാണ്. അന്ന് ഗെയില് പറഞ്ഞപ്പോൾ അജണ്ട ഇത് കുറെ സാധനങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇദ്ദേഹവും ഈ പറയുന്ന സെയിം കാര്യം തന്നെ. ഇത് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യന് പണത്തിന് ഇത്രയും അത്യാഗ്രഹം ഉണ്ടാകുമോ? എന്നിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് സ്വന്തം ശിഷ്യന്മാർക്കെതിരെ കേസ് കൊടുക്കുക, അവരെ ജയിലിൽ കിടത്തുക, എന്നിട്ട് പൊട്ടിച്ചിരിക്കുക. ഈ ഒരു രാക്ഷസഭാവമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഒത്തിരി പേരുടെ പേര് കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം പണവും സ്വാധീനം കൊടുത്ത് പറയുന്നതിന് മുമ്പ് തന്നെ FIR ഇടാൻ തയ്യാറാവും. ഞാനൊരു പരാതി രേഖാമൂലം കൊടുത്തു, മൊഴിയും കൊടുത്തു, എന്നിട്ട് എൻ്റെ പരാതിയിൽ FIR ഇടാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇവിടുന്ന് പറയുന്നതിന് മുമ്പ് FIR ഇടുന്നു. പണാധിപത്യം ജനാധിപത്യത്തെ കീഴ്പ്പെടുത്തി എന്നതിൻ്റെ തെളിവാണിത്. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇത് പൊതുജനം ബോധവാന്മാരാവുക എന്നല്ലാതെ വേറൊരു വഴിയില്ല. പൊതുജനത്തിനെ ഇതിനെയൊക്കെ തടയാൻ കഴിയുള്ളൂ. എത്ര സമ്പന്നനായാലും പൊതുജനത്തിന്റെ മുന്നിൽ, ആ പൊതുജന ശക്തിയുടെ മുന്നിൽ എല്ലാം തകരും. അതുകൊണ്ടാണ് എല്ലാവരും പൊതുജനത്തിന്റെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ പറയുന്നത്. പൊതുജനമാണ് യഥാർത്ഥ കോടതി, പൊതുജനമാണ് ദൈവം, അവരോട് പറഞ്ഞാൽ എന്തെങ്കിലും പരിഹാരമുണ്ടാവും എന്നതുകൊണ്ടാണ് ആളുകൾ പുറത്തു വന്ന് പറയുന്നത്. അല്ലാതെ നിയമ സംവിധാനത്തിൽ പോയാൽ അങ്ങനെ നീതി കിട്ടിയെന്ന് വരില്ല, അതാരും അറിഞ്ഞെന്ന് വരില്ല. പൊതുസമൂഹം തന്നെയാണ് രക്ഷയായിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും പൊതുസമൂഹത്തിലോട് വന്നിട്ട് കുടുംബത്തിലെ പ്രശ്നം പോലും പറയുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു ആശ്രമത്തിലെ കാര്യം പറയാനുണ്ടോ? ഇങ്ങനെ ഒന്നല്ല, പറഞ്ഞാൽ തീരാതെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിരവധി കാര്യങ്ങൾ പുറത്തോട്ട് വരട്ടെ എന്നുള്ളത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാര്യം എൻ്റെ കുട്ടിക്കാലത്തെ സംശയങ്ങളായിരുന്നു, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇതുപോലെ ദൈവമായി മാറാൻ സാധിക്കുക? അതിൻ്റെ ചുറ്റും ഇത്തരത്തിൽ ആ ഒരു ദൈവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന് തന്നെ സ്വന്തമായിട്ടൊരു ആശുപത്രി, പിന്നീട് സ്കൂളുകൾ, ഇവിടെയെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ആശുപത്രികളിലൊക്കെ എല്ലാ ആളുകൾക്കും സൗജന്യ ചികിത്സയാണോ നൽകുന്നത്? സാധാരണ ദൈവം അത്രയും ദിവ്യശക്തിയൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ദിവ്യശക്തിയുള്ള ദൈവം നൽകേണ്ടത് എന്താണ്? സൗജന്യമായിട്ടുള്ള ചികിത്സയല്ലേ മനുഷ്യന്മാർക്ക് നൽകേണ്ടത്? അങ്ങനെ അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് എന്താണ്? അപ്പം ആ ഒരു ദിവ്യശക്തി, ആൾ ദൈവം, ഇപ്പോഴും ആളുകൾ ആൾ ദൈവത്തിൽ വിശ്വസിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഇപ്പോഴും ആൾ ദൈവമാണെന്നുള്ള രീതിയിൽ ആരാധിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പോകുന്ന സംഭവങ്ങളൊക്കെ എന്റെ പൊന്നടാവ്, ഇനി ഇതിന്റെ പിറ്റാമർത്തിന് എന്തൊക്കെ കാര്യങ്ങളാണോ ഇനി നാളുകളിൽ നമ്മൾ കേൾക്കേണ്ടി വരിക. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ശരി.